നമ്മുടെ ചിന്ത ഊർജമാണ്, എനർജി. അവർ തോട്ട് ഈസ് എനർജി. ഇഫ് മാറ്റർ ഈസ് മൈറ്റി, തോട്ട് ഈസ് ഓൾമൈറ്റി എന്നാണ്. ഒരു പദാർത്ഥം പ്രതാപമാർന്നതെങ്കിൽ ആ പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള മനസ്സ് ദൈവസമാനം എന്നാണ്. അതിൻ്റെ അർത്ഥം, ഇപ്പോൾ നമ്മളൊരു മൈക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ആ മൈക്ക് കണ്ടുപിടിച്ചത്, ആ തിങ്കിങ്, ആ തോട്ട് പ്രോസസ്സ് അത് ദൈവസമാനമാണ് എന്നതുപോലെ നമ്മുടെ ചിന്ത ഊർജം തന്നെയാണ്. തോട്ട് ഈസ് എനർജി. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിക്ഷേപണ കേന്ദ്രമാണ്. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന സ്കെയിലാർ വേവ്സിലൂടെ നമ്മൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ പ്രധാനമായിട്ടും ഏതൊരു വീട്ടിലും അല്ലെങ്കിൽ ഏതൊരു ഓഫീസിലും അവിടെ സ്ഥാനീയനായിട്ടിരിക്കുന്ന ആരാണെങ്കിലും അവരുടെ ചിന്ത ആ വീട്ടിലുള്ള എല്ലാവരെയും അല്ലെങ്കിൽ ആ ഓഫീസിലുള്ള ധാരാളം പേരെയും ബാധിക്കും. അപ്പം ഇവർ വിക്ഷേപണ കേന്ദ്രമാണല്ലോ. പ്രധാനമായിട്ട് ഇവരെപ്പോഴും നിഷേധവും നിഷേധ ചിന്തയും നിഷേധ പറച്ചിലും അസഭ്യതയും നിറഞ്ഞ വാക്കുകളും, കേഴ്സിങ് മൈൻഡ്, ശാപവാക്കുകൾ, ശപിക്കുന്ന മനസ്ഥിതി ഉള്ള നിഷേധ ചിന്തകൾ ഉള്ളവർ സത്യത്തിൽ ഭൂമിക്ക് തന്നെ ഒരു ഭാരമാണ്, ഭൂമിക്ക് തന്നെ ഒരു ശാപമാണ്. അപ്പോൾ ഇത്തരം വ്യക്തികളുടെ ചിന്ത, ഇവർ പുറപ്പെടുവിക്കുന്ന തോട്ട് പ്രോസസ്സ്, അവരിയ്ക്കുന്ന ആ കസേരയിലും അവർ എല്ലായ്പ്പോഴും വർത്തമാനം പറഞ്ഞ് കേൾക്കുന്ന മതിൽ, ആ ഭിത്തികൾക്ക് പോലും ആ നെഗറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ അത്തരം വീടുകൾ ഒരിക്കലും ഉരുപ്പെടത്തില്ല, ഒരിക്കലും ദൈവാധീനം ഉണ്ടാകത്തില്ല, ദൈവ അനുഗ്രഹം ഉണ്ടാകത്തില്ല, മഹാലക്ഷ്മി കടാക്ഷം ഉണ്ടാകത്തില്ല. അപ്പം ഇവർ കാണുന്ന ടി വി സീരിയലുകളുടെ നെഗറ്റീവ്സും നിഷേധികളാണ്, ദ്രോഹികളാണ് ഇത്തരം മനസ്ഥിതിയുള്ളവർ. ദ്രോഹം ചെയ്യുന്നത് നേരിട്ടും അല്ലാതെയും ഇവരുടെ ചിന്തകളിലൂടെ ആ വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ദ്രോഹം ചെയ്യുന്നവരാണ്. ബാഡ് കർമ്മം സൃഷ്ടിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത ആണല്ലോ പ്രവൃത്തികളാകുന്നത്. അപ്പം നല്ലതായിരിക്കത്തില്ല, ഇവർ ചെയ്യുന്ന ഒന്നും നല്ലതും ആയിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ക്ലീൻ ചെയ്യണം, ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആധ്യാത്മിക തലത്തിൽ ധ്യാനത്തിലൂടെ മാത്രമേ സാധ്യമാവൂ, ശരിക്കും ഉള്ള ധ്യാനം. അപ്പം നമ്മൾ ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച് ഓരോന്നും അനുഭവിക്കാൻ പലരും വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് വളരെ പ്രധാനമാണ്. ആ ചിന്തയ്ക്ക് അടിസ്ഥാനത്തിലാണ് നമ്മളുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വൈബ്രേഷൻ ഉണ്ടാകുന്ന ഓർമ്മ വേണം. നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കൽസ്, അതിനനുസരിച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വേവ്സിലൂടെ, സ്കെയിലാർ വേവ്സിലൂടെ, ആ ട്രാൻസ്മിഷനിലൂടെ മറ്റുള്ളവരെയും ആ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ ശരിക്കുമുള്ള നമ്മുടെ മെഡിറ്റേഷൻ, നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ശരിക്കുമുള്ള മെഡിറ്റേഷൻസ്, ഗൈഡഡ് മെഡിറ്റേഷൻസ്, ഇതൊന്നും സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റില്ല. വന്ന് നേരിട്ട് വേണം നമ്മുടെ ഈ ഗൈഡഡ് മെഡിറ്റേഷൻസിൽ നമ്മൾ മനഃശുദ്ധി, സോൾ ഹീലിംഗ്, സോൾ ക്ലൻസിങ്. നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നതിൻ്റെ ആത്മശുദ്ധിക്കാണ്, ആത്മാവിൻ്റെ ശുദ്ധിക്കാണ്. അതിനാണ് നമ്മൾ സത്യത്തിൽ ഭൂമിയിൽ ജന്മം കൊണ്ടിരിക്കുന്നത്. ആര് ഓർക്കാൻ, ഇതൊക്കെ ആര് അറിയുന്നു, ചിന്തിക്കുന്നു? ഇന്നേ ക്രൂരമായ ഇന്നേ സാമൂഹിക വ്യവസ്ഥയിൽ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. ധ്യാനിക്കാൻ വരിക പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക്. നന്ദി.